നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ മാസത്തെ പെൻഷൻ എന്നാണ് ലഭിക്കുക, അതുപോലെ തന്നെ ജൂലൈ മാസത്തിൽ എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കുമോ, ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പോൾ മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ 1600 രൂപ അവരുടെ അക്കൗണ്ടിൽ വരികയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ 2 മാസത്തെ പെൻഷനായിരിക്കും അവർക്ക് ലഭിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിൽ 1600 രൂപ മാത്രമാണ് ലഭിച്ചത്. അതിന് മുന്നത്തെ മാസത്തിൽ 1600 രൂപയോട് കൂടെ 1 മാസത്തെ കുടിശ്ശിക കൂടി ലഭിച്ചിരുന്നു. സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുമെന്നുള്ളത്. ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ഇനി ബാക്കിയുള്ളത്. ഈ മാസത്തെ പെൻഷനോടൊപ്പം, അതായത് ജൂലൈ മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ 1600 രൂപയും കൂട്ടി 3200 രൂപ തന്നെ അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. 20-ാം തീയതിക്ക് ശേഷമായിരിക്കും പണം അവരുടെ അക്കൗണ്ടിൽ എത്തുക. എന്നാൽ ഒരുപാട് ആൾക്കുള്ള സംശയമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ഈ ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത്. ഏതായാലും മസ്റ്റിംഗ് ചെയ്താലും അത് ചെയ്തിട്ടില്ലെങ്കിലും ജൂലൈ മാസം വരെയുള്ള പെൻഷൻ ഏതായാലും ലഭിക്കും. അതിനുശേഷമുള്ള പെൻഷനായിരിക്കും മസ്റ്റിങ്ങിൻ്റെ രേഖ നോക്കി നടപ്പിലാക്കുന്നത്. മസ്റ്റിംഗ് തുടങ്ങി ഇപ്പോൾ ഏകദേശം 4 ദിവസം 5 ദിവസത്തോളമായി. ഇപ്പോൾ വെറും 30% ആളുകൾ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് ഒരു വാർഡിൽ നിന്ന് 100 ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ 30 ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ പോയി മസ്റ്റിംഗ് പൂർത്തിയാക്കണം. അതില്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകളുണ്ട്. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്തും ക്യാമ്പുകൾ നടത്തപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ക്യാമ്പിൽ നിന്നും നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ കൈവശം ആധാർ കാർഡിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാം. അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്താലും മതിയാകും. മസ്റ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉടൻ തന്നെ അത് അപ്ലോഡ് ആവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പേപ്പർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ ആ പേപ്പർ സൂക്ഷിച്ച് ഇതെന്തെങ്കിലും ചെയ്യണം ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പേപ്പർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കുന്നതോട് കൂടി തന്നെ അവരുടെ മസ്റ്റിംഗ് രേഖയിൽ അത് രേഖപ്പെടുത്തുന്നതും പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി ഇപ്പോൾ ഇനി 6 മാസം മാത്രമാണ് ബാക്കിയുണ്ടാവുക. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയും പുതിയ ഭരണസമിതി വരികയും ചെയ്യുകയാണ്. അതിനുമുമ്പായി തന്നെ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അപ്രൂവൽ ആകുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ജനുവരിന് ശേഷമെല്ലാം പെൻഷൻ അപ്രൂവലായ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ മസ്റ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് അറിയിപ്പുകൾ, സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും